നമ്മുടെ മഹല്ലുകളെ കുറിച്ചുള്ള ചില ചിന്തകളാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ അടിസ്ഥാന നേതൃത്വം മഹല്ല് കമ്മിറ്റികളാണ്. പള്ളികളാണ് ഈ മഹല്ലിന്റെ കേന്ദ്ര സ്ഥാനമായി നാം കണക്കാക്കപ്പെടുന്നത്. കേരളത്തിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് അത്യത്ഭുതകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമ്മുടെ മഹല്ല് പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രഭവ കേന്ദ്രങ്ങളാവണം നമ്മുടെ മഹല്ലുകൾ. എങ്ങനെയെങ്കിലും പള്ളികളും മദ്രസകളും നടത്തിക്കൊണ്ടുപോവുക എന്നതിനപ്പുറം ബൗദ്ധികമായ ഒരുപാട് തലങ്ങളിലേക്ക് കൂടി ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് കഴിയണം. ഒരു പ്രദേശത്തിന്റെ വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമ്പത്തിക വളർച്ചയിൽ മഹല്ലുകൾക്ക് നിർണായകമായ പങ്ക് വഹിക്കാനുണ്ട്. മഹല്ലുകളുടെ മേച്ചിൽപ്പുറങ്ങളും പ്രായോഗികമായ പ്രവർത്തന മേഖലകളും ശ്ലാഘനീയമാവണ്ണം പ്രവർത്തനോന്മുഖമാക്കാൻ നിലവിലുള്ള വിഭവങ്ങളും ആൾബലവും കൊണ്ട് തന്നെ നമുക്ക് കഴിയും. നല്ല കാഴ്ചപ്പാടും തുറന്ന മനസ്സുമുള്ള മഹല്ലിന്റെ നാഡിമിടിപ്പുകളായി മാറുന്ന ഒരു ടീം മഹല്ലിന്റെ പ്രവർത്തക സമിതിയിലോ ഉപദേശക സമിതിയിലോ ഉണ്ടാവേണ്ടതുണ്ടെന്ന് മാത്രം. ഒരു മഹല്ല് ശാക്തീകരിക്കാൻ മഹല്ല് കമ്മിറ്റി മാത്രം പോരാ. അതത് പ്രദേശത്തെ വിവിധ മേഖലകൾ പ്രവർത്തനോന്മുഖമാക്കാൻ വിവിധ സപ്പോർട്ടിംഗ് കമ്മിറ്റികൾ ആവശ്യമാണ്. വിദ്യാഭ്യാസ സമിതികൾ, അതേപോലെ അനുനയന കമ്മിറ്റി, ചാരിറ്റബിൾ സൊസൈറ്റി, സാമ്പത്തിക വിഭവ സമാഹരണ കമ്മിറ്റി, ഇങ്ങനെ വിവിധ കമ്മിറ്റികളും ഈ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും തീരുമാനമെടുക്കാനും മേൽക്കമ്മിറ്റിയുടെ അധികാരം അന്തിമമായിരിക്കുകയും വേണം. മഹല്ലിന്റെ പ്രവർത്തനങ്ങൾ സൂക്ഷ്മതലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മഹല്ലിന്റെ വലിപ്പവും ജനസംഖ്യ അനുസരിച്ച് വിവിധ വാർഡുകളാക്കി തിരിക്കാം. ഈ വാർഡ് വിഭജനം പ്രവർത്തക കമ്മിറ്റികളുടെയും മേൽക്കമ്മിറ്റികളുടെയും തുറന്ന ചർച്ചയിലൂടെ മാത്രം ചെയ്യേണ്ടതുമാണ്. അതോടൊപ്പം തന്നെ ഒരു സർവേ നടത്തി സ്ഥിതി വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇനി ലാഭക്കണ്ണുകളിലൂടെ പ്രവർത്തിക്കുന്ന മേഖലകൾ ആകരുത് നമ്മുടെ മഹല്ലുകൾ. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ബഹുമാനത്തിന്റെയും ആർദ്രതയുടെയും തണൽ നൽകുന്ന ഒരു വടവൃക്ഷമായി വളരാൻ മഹല്ലുകൾക്ക് കഴിയണം. മഹല്ലുകളിലെ വിവിധ വിഷയങ്ങൾ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. വിവാഹധൂർത്ത്, അന്ധവിശ്വാസങ്ങൾ, വസ്ത്രധാരണത്തിലെ അപാകതകൾ, വിദ്യാസമ്പന്നരായ യുവാക്കൾ നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്ക് കടന്നു വരാതെ വിദേശത്തെ മാത്രം മുന്നും വെക്കുന്നത് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ മഹല്ല് നേതൃത്വം ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. മനസ്സിന്റെ സൗന്ദര്യശാലകളായ ഓരോ മഹല്ലിലും ഒരു ഗ്രന്ഥശാലയും CD ലൈബ്രറിയും അത്യന്താപേക്ഷിതമാണ്. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ ഈ അത്ഭുത ലോകത്ത് ആത്മാവിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ വിശപ്പടക്കാൻ ഇത്തരം ഗ്രന്ഥാലയങ്ങൾ അനിവാര്യമാണ്. ശാരീരിക പോഷണത്തിന് വൈവിധ്യമാർന്ന ആഹാരങ്ങൾ നാം കഴിക്കുന്നുണ്ടല്ലോ. എന്നാൽ ആത്മാവിന്റെ പോഷണത്തിന് എന്ത് വിഭവങ്ങളാണ് നാം നൽകുന്നത്? ആത്മപോഷണത്തിന്റെ അഭാവമാണ് നമ്മുടെ യുവാക്കളും സ്ത്രീകളും ടെലിവിഷൻ സീരിയലുകളുടെയും ഇന്റർനെറ്റിന്റെയും ലോകം കീഴടക്കമായി മാറിയിരിക്കുന്നത്. ഇതിന്റെ പിന്നിലുള്ള കാരണം നാം മറ്റെവിടെയും അന്വേഷിക്കേണ്ടതില്ല. പള്ളിയോടനുബന്ധിച്ചുള്ള ഒരു റൂമോ പള്ളിയുടെ തന്നെ ഒരു ഭാഗമോ ഒരു അലമാരയോ ഒരു പുസ്തകശാലയ്ക്ക് ധാരാളം മതിയാവും. ഒരു മഹല്ല് എന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക സാമൂഹിക സംവിധാനമാണ്. സാമൂഹിക രംഗങ്ങളിലെ ഇസ്ലാമിക രീതികളും നിയമങ്ങളും നടപ്പാക്കാൻ നേതൃത്വം നൽകുക എന്നതാണ് മഹല്ല് കമ്മിറ്റികളുടെ ഉത്തരവാദിത്തമായിട്ട് നാം കാണേണ്ടത്. കുടുംബങ്ങളിലെ തർക്കങ്ങൾ, വിവാഹ സംബന്ധമായ വിഷയങ്ങൾ, ചെറുപ്പക്കാരുടെ സദാചാര പ്രശ്നങ്ങൾ തുടങ്ങിയ ഒരുപാട് സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും മഹല്ലിന്റെ ഒരു കണ്ണ് പതിയേണ്ടത് അത്യാവശ്യമാണ്. സാമൂഹിക സാംസ്കാരികം ഇത് ഒരു മഹല്ലിന്റെ ദൗത്യം ആയി നാം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇതിന് വിട്ടുവീഴ്ച മനോഭാവമുള്ള നാനാവിധ കാര്യങ്ങൾ മുൻവിധിയില്ലാതെ കാണാൻ സന്മനസ്സുള്ള ഒരു മഹല്ല് നേതൃത്വം വളർന്നു വരേണ്ടതുണ്ട്. നാം കേവലം പെരുന്നാൾ പണം പിരിക്കലും വരിസംഖ്യ പിരിച്ച് ശമ്പളം നൽകലും മഹല്ലിലെ വിവാഹ നിശ്ചയങ്ങളും നിക്കാഹുകളും നടത്തലും മാത്രമാകുന്നതിന് പകരം മഹല്ലുകളുടെ താഴേക്കിടയിൽ വരെ ഇറങ്ങിച്ചെന്ന് പ്രശ്നങ്ങളും പരിഹാരങ്ങളും നാം കാണേണ്ടതുണ്ട്. മഹല്ല് പ്രവർത്തനങ്ങൾ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. വിരലെണ്ണാവുന്ന കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി പോകരുത് നമ്മുടെ മഹല്ല് പ്രവർത്തനങ്ങളും നമ്മുടെ ആലോചനകളും. ഇതിന് മുഴുവൻ സമയം പ്രവർത്തിക്കാൻ സുസജ്ജരായ കഴിവും യോഗ്യരുമുള്ള മനുഷ്യ വിഭവങ്ങൾ അതത് മഹല്ലുകളിൽ തന്നെ ഉണ്ടാവും. നാം ഉപയോഗപ്പെടുത്തുന്നില്ലെന്ന് മാത്രമാണ് അതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്.
ഒരുപക്ഷെ മഹല്ലുകളുടെ അധികാരങ്ങൾ വികേന്ദ്രീകരിക്കപ്പെടുന്നതിലൂടെ നമ്മുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് നാം ഭയപ്പെടുന്നതായി സംശയിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിൽ മിക്ക മഹല്ലുകളിലും പുരുഷന്മാരെക്കാൾ സ്ത്രീകളാണ് കൂടുതലുള്ളത്. ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അധികം ആരും ചിന്തിക്കാറില്ല. കുടുംബ വിഷയങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ നീണ്ടുപോകുന്നവയാണ് അവരുടെ പ്രശ്നങ്ങളായിട്ട് നാം കാണുന്നത്. സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അതിലൂടെ മാത്രമേ മഹലിന്റെയും സമൂഹത്തിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. ഇതിലൂടെ മാത്രമേ ഒരു മഹലിന് മൊത്തം പുരോഗതി കൈവരിക്കാൻ കഴിയുകയുമുള്ളൂ. ഇതൊരു മഹലിന്റെ സാമൂഹിക ദൗത്യമാണെന്ന് ഓർക്കണം. യഥാർത്ഥത്തിൽ ഒരു മഹലിന് നാനാവിധ സംസ്കരണത്തിനും ഉത്തരവാദിത്തമുണ്ടല്ലോ. ഒരു മഹല്ല് കമ്മിറ്റി എന്ന പ്രാദേശിക മുസ്ലിം കൂട്ടായ്മയിൽ നിരവധി വിഷയങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. നിലവിലെ മഹല്ല് കമ്മിറ്റികളുടെ ഘടനയും അത് നിർവഹിക്കേണ്ട ദൗത്യങ്ങളും തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ഓരോ മഹല്ലിലും വിജ്ഞാനത്തിന്റെയും ടെക്നോളജിയുടെയും യുഗത്തിൽ എന്തെന്ത് മാറ്റങ്ങളാണ് ആവശ്യമെന്ന് തിരിച്ചറിയാൻ തന്നെ നമുക്ക് കഴിയുകയുള്ളൂ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് പള്ളികൾ പ്രാദേശിക കൂട്ടായ്മയുടെ കേന്ദ്രങ്ങളായിരുന്നുവല്ലോ. ഇതൊരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കേന്ദ്രം എന്നതിലുപരി വിജ്ഞാന കേന്ദ്രങ്ങളും സാംസ്കാരിക കേന്ദ്രങ്ങളുമായി ഉയർന്നിരുന്നു. നബിയുടെ കാലത്ത് പള്ളികൾ മുസ്ലിം സമൂഹത്തിൽ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു. ഇന്ന് വിവാഹം, വിവാഹമോചനം, സംഭാവന പിരിക്കൽ എന്നീ മേഖലകളിൽ മാത്രമായി മഹല്ല് കമ്മിറ്റികൾ ചുരുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു ചോദ്യം അവശേഷിക്കുകയാണ്. എന്തുകൊണ്ട് നമ്മുടെ കമ്മിറ്റികൾക്ക് പലപ്പോഴും സമൂഹ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുന്നില്ല? ഒരു മഹല്ല് കമ്മിറ്റി എങ്ങനെ തിരഞ്ഞെടുക്കപ്പെടണം? മഹല്ലിലെ മുഴുവൻ വിശ്വാസികൾക്കും പ്രായപൂർത്തി വോട്ടവകാശ വ്യവസ്ഥ പ്രകാരം മെമ്പർഷിപ്പ് ഉള്ളവരായി നമ്മുടെ മഹല്ല് ജനറൽ ബോഡികൾ മാറേണ്ടിയിരിക്കുന്നു. അങ്ങനെ ജനപ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്ന രീതിയിൽ ജനാധിപത്യ സംവിധാനത്തോടെ വേണം കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെടാൻ. പൊതുപ്രവർത്തനങ്ങൾ നമ്മുടെ നിലപാട് കൈകാര്യം ചെയ്യുന്ന രീതി, ശരീരഭാഷ, സംസാരം, വസ്ത്രധാരണ രീതികൾ, നാം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പോലും അവയൊക്കെയും ലാളിത്യം ഉൾക്കൊള്ളുന്നതാവണം. എങ്കിലേ നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെ നമ്മുടെ വ്യക്തിത്വം മാതൃകാപരമായെങ്കിലേ നമ്മുടെ മക്കളെ പോലും നമുക്ക് സ്വാധീനിക്കാൻ കഴിയുകയുള്ളൂ. ഇത്തരത്തിൽ നന്മയുടെ വിളനിലമാകാൻ നമ്മുടെ മഹല്ലുകൾക്ക് കഴിയണം. തിന്മകളെ അകറ്റാനുള്ള ഏറ്റവും നല്ല എളുപ്പമാർഗവും അത് തന്നെയാണ്. നന്മയും തിന്മയും സമമാവുകയില്ല. തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് തടുത്തുകൊള്ളുക. അപ്പോൾ നിന്നോട് ശത്രുതയിൽ പ്രവർത്തിക്കുന്നവർ പോലും ആത്മമിത്രമായി മാറും. ഇതൊക്കെ നമ്മുടെ പഠനങ്ങളാണ്.